ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് ഏട്ടത്തി നടത്തി തരും. അങ്ങനെ കാലാകാലത്തിന് ആ വേലക്കാരി ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോവും. പ്രിയങ്ക വന്നു, അവള് ചത്തു. രാധിക വന്നു, ആത്മാവിന്റെ പേരും പറഞ്ഞ് അവളെ ഇവിടുന്ന് പുറത്തു പോകുന്നു. എന്റെ വേദന ഞാൻ സഹിച്ചോളാം. നിന്നോട് അകത്ത് പോകാൻ പറഞ്ഞില്ലേ? ദേ, ഈ വീട്ടില് അമ്മ പറയുന്നതനുസരിച്ച് ബാക്കിയുള്ളവര് ജീവിച്ചാ മതി. നീ എന്തിനാ എന്തെങ്കിലും പറയുമ്പോ എതിർക്കാൻ നിക്കുന്നേ? മുമ്പ് നിനക്ക് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല, അതിനവളിപ്പോ മുമ്പത്തെ ആളൊന്നും അല്ലല്ലോ. എനിക്ക് എന്ത് വ്യത്യാസമുള്ളത്? അതെ, വ്യത്യാസം എന്താണെന്ന് എനിക്കറിയാം. ചെല്ല്, നീ മുറി ചെന്നിരിക്കെ. പോ. ഏട്ടത്തി അവളുടെ സംസാരം ശ്രദ്ധിച്ചോ? രാധിക മുൻപ് ഇവിടെ നിന്നിരുന്നവളല്ലേ? എന്തെങ്കിലും ഒരു വാക്ക് മാർത്ത് സംസാരിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? പറയുന്നതിന് അവള് മാർത്ത് സംസാരിക്കുമല്ലേ? അമ്മേ, ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നതേ പ്രിയങ്കയാ. ഇത് പ്രിയങ്കയുടെ ആത്മാവ് തന്നെയാ. അമ്മേ, അമ്മയുടെ അടുത്ത് വരാനോ തൊടാനോ സമ്മതിക്കരുത്. ഇല്ലാതാക്കി കളയുന്നേ. കൽപ്പനെ, നീ ആ ബാമം കെട്ടുകൊടുക്ക. നല്ല വേദനയുണ്ട്. ഏട്ടത്തി, ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ചാ മതി, അവളെ വിളിക്കണ്ട. എന്റെ ദൈവമേ, എന്തൊക്കെയാ ഞാൻ ഇനി കാണേണ്ടി വരിക? അപ്പോ പറഞ്ഞ് അവര് പത്മിനിയെ കൂടി വശത്താക്കിയല്ലേ? അതെ മുത്തശ്ശി, ഇതിങ്ങനെ തുടർന്നു പോകാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചേ പറ്റൂ. ഇപ്പോഴെങ്കിലും നിനക്ക് അങ്ങനെ തോന്നി തുടങ്ങിയല്ലോ. ക്ഷമിക്കുന്ന ഒരു കുറ്റമല്ലല്ലോ. പക്ഷെ അർഹതയില്ലാത്തവരോട് ക്ഷമ പാടില്ലെന്ന് എനിക്കിപ്പോഴാ ബോധ്യായത്. പ്രിയങ്കയുടെ ആത്മാവ് എന്റെ ശരീരത്തിലുണ്ടെന്ന് പറഞ്ഞാണല്ലോ എന്നെ അടിക്കാൻ ഈ ഓങ്ങുന്നതൊക്കെ. ആ അടിക്കൊരു തിരിച്ചടി കൊടുക്കണം. എന്താ മോളുടെ പ്ലാൻ? എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഇപ്പൊ എനിക്കൊന്നും അറിയില്ല മുത്തശ്ശി. പക്ഷെ ആലോചിച്ച് ഞാനൊരു മാർഗം കണ്ടുപിടിക്കും. എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരമ്മയെ എന്നിൽ നിന്നും അകറ്റിയവരെ വെറുതെ വിടാൻ പാടില്ല. ഇനി ഒരടി കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും എഴുന്നേക്കാൻ പറ്റാത്ത വിധത്തിൽ വേണം. ആ, അങ്ങനെ കുറച്ച് ധൈര്യം കയറി വരട്ടെ. നീ ഒന്ന് നില ഉറപ്പിച്ച് അവരുടെ നേരെ നിന്ന ആ കള്ളക്കൂട്ടങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. കാരണം നീ പറയുന്നത് യാഥാർത്ഥ്യവും അവര് പറയുന്നത് പച്ച നുണയോ. നമുക്ക് നോക്കാം മുത്തശ്ശി. ആദ്യം അവരെവിടം വരെ പോവും നോക്കട്ടെ, എന്നിട്ട് കടക്കൽ വെച്ച് വെട്ടാം. അല്ല, കുഞ്ഞുനാളിൽ ഈ പ്രേതകഥകളൊക്കെ കേൾക്കുമ്പോ ഇതൊക്കെ നടക്കുന്നതാണോന്നൊരു സംശയം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ എനിക്ക് ബോധ്യായി ചെറിയമ്മേ, പ്രേതത്തിനെ കൊണ്ട് ചിലതൊക്കെ നടക്കുമെന്ന്. കൽപ്പനെ, തൽക്കാലത്തേക്ക് ഏട്ടത്തി എല്ലാം പൂർണ്ണമായി വിശ്വസിച്ചിരിക്ക. ഏട്ടത്തിയുടെ കണക്കില് ഇപ്പോ രാധികയുടെ ദേഹത്ത് പ്രിയങ്കയുടെ ആത്മാവുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയൂ? എന്താ? നമ്മളായിട്ട് ഒരു കാര്യവും ഒരാളോടും പറയാൻ നിൽക്കരുത്. എല്ലാം ഏട്ടത്തിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം.
അമ്മയുടെ ഉള്ളിലെ നല്ല പേടി തട്ടിയിട്ടുണ്ട്. ഇനി തനിച്ചിരുന്ന് അമ്മ എന്താ ചിന്തിക്കുക? പ്രിയങ്കയുടെ ആത്മാവ് വരുണിനോട് പ്രതികാരം ചെയ്യും. ഒരു കാരണവശാലും അത് സംഭവിക്കാൻ പാടില്ല. രാധികയും വരുണിനെയും എങ്ങനെയും അകറ്റിയേ പറ്റുമെന്ന് അല്ല ചെറിയമ്മേ? നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് ഏട്ടത്തി നടത്തി തരും. അങ്ങനെ കാലാകാലത്തിന് ആ വേലക്കാരി ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോവും. പ്രിയങ്ക വന്നു, അവള് ചത്തു. രാധിക വന്നു, ആത്മാവിന്റെ പേരും പറഞ്ഞ് അവൾ ഇവിടുന്ന് പുറത്തു പോകുന്നു. പിന്നെ ഈ തറവാട്ടിലെ എല്ലാം അനുഭവിക്കാൻ നമ്മൾ മാത്രം. ആ വരട്ടെ. ചന്ദ്രേട്ടനെ ജയിലിൽ കൊണ്ടുപോയി കിടത്തിയ ഒരാൾക്ക് ഇതിനേക്കാൾ നല്ലൊരടി കൊടുക്കാനില്ല. ഭാര്യ ഭർത്താക്കന്മാരായി സുഖിച്ച് ജീവിക്കാമെന്നല്ലേ രണ്ടാളും കരുതിയേക്കുന്നേ. ഇനി അവര് ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം. മിക്കവാറും നാളെ നേരം വെളുക്കുന്നതിനുള്ളില് അമ്മ ഒരു തീരുമാനത്തിലെത്താൻ സാധ്യതയുണ്ട്. പേടിച്ച മനസ്സിൽ നിന്നും തീരുമാനങ്ങൾ പെട്ടെന്നുണ്ടാവും. ഇന്നത്തെ രാത്രി നമുക്ക് സുഖമായിട്ട് ഉറങ്ങാം. അവൾ ഇവിടുന്ന് പോകുന്നുള്ള സന്തോഷത്തോടെ. ഓ, അപ്പൊ ഇതാണ് രണ്ടുപേരുടെയും പദ്ധതി. എന്തായാലും നിങ്ങൾ കളിക്കാൻ ഇറങ്ങിയിരിക്കല്ലേ, ഇനി അങ്ങോട്ട് ഞാനും കളിക്കാം. ഏട്ടത്തേക്കും ചെറിയമ്മയ്ക്കും വേണ്ട പണി ഞാൻ തരുന്നുണ്ട്. ഇത് തന്നെയാ മുത്തശ്ശി, ഇതാണ് രണ്ടുപേരുടെയും പ്ലാൻ. അവര് സംസാരിച്ചത് താൻ വ്യക്തമായിട്ട് കേട്ടാണല്ലോ. ആ, വാ വാ എങ്ങോട്ടാ? അച്ഛന്റെ റൂമിലേക്ക്. എടോ, അച്ഛനല്ലേ പൂജാകാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യുന്നത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അച്ഛനും കൂടി അറിയട്ടെ. എന്നിട്ട് അവർക്കെതിരെ എന്ത് ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്ന് അച്ഛൻ തീരുമാനിക്കട്ടെ. മണ്ടത്തരം പറയാതിരിക്കെ. ഉർവശിയും കൽപ്പനയും നിസാരക്കാരല്ല. അവര് സംസാരിച്ചതിന് എന്തെങ്കിലും തെളിവുണ്ടോന്ന് ചോദിച്ചാല് രാധിക കേട്ടു എന്നല്ലേ പറയാനുള്ളൂ. അവര് കൃത്യമായിട്ടത് നിഷേധിക്കുകയും ചെയ്യും. എന്നിട്ട് രാധികയുടെ ശരീരത്തിലുള്ള ആത്മാവ് അവർക്കെതിരെ സംസാരിക്കുകയാണെന്ന് പറയും.